അതായത് ഒരു 10 വർഷം മുമ്പാണ് എൻ്റെ ഹിയറിംഗ് എയ്ഡിൻ്റെ പ്രോബ്ലം എനിക്ക് ചെവിയുടെ പ്രോബ്ലം ഞാൻ ഡിറ്റക്റ്റ് ചെയ്യാൻ തുടങ്ങി അത് കണ്ടുപിടിച്ചത്. അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലും പോവുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും ഒരു പ്രോപ്പറായിട്ട് എനിക്ക് ചെവിയുടെ ഒരു കേൾവി തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു സെർച്ചിലായിരുന്നു. എൻ്റെ പേര് സിവി ഇ വി പത്രോസ് എന്നാണ്. ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട മൈലപ്രയിലാണ് താമസിക്കുന്നത്. ഞാൻ പ്രസൻ്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ജമ്മുവിലാണ്. ഒരു സ്കൂൾ ടീച്ചറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ വളരെയധികം ഒരു നിരാശയിലും ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരുന്നു. പിന്നെ ചെവിയുടേതായ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ വന്നപ്പം എൻ്റെ ജോലിയെ അത് ബാധിക്കാൻ തുടങ്ങി, എൻ്റെ സോഷ്യൽ ലൈഫിനെ അത് ബാധിക്കാൻ തുടങ്ങി, അതുപോലെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ, പിന്നെ ഓൾ ടുഗെദർ ഒരു ഫ്യൂച്ചറിനെ ഒരു ഡാർക്ക് ആക്കുന്ന ഒരു നിലയിലോട്ട് ഇത് മാറിക്കഴിഞ്ഞപ്പോഴാണ് വളരെയധികം ഞാനൊരു ഡിസ്കറേജ്മെൻറ്റിലും നിരാശയിലൊക്കെ ആയിരുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ 1-2 കടകൾ കയറി. അവിടെ വന്നതിന് ശേഷം കടകളിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ കടകൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കുറച്ച് സാധനങ്ങളാണ് അവരെനിക്ക് ഫിക്സ് ചെയ്ത് അവർ ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ കോട്ടയത്തുള്ള ശ്രവണ സ്പീച്ച് ആൻഡ് ഹിയർ ആ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് മെറ്റ് ചെയ്ത് അലക്സാറിനെയാണ്. അതുപോലെ തന്നെ അലക്സാർ എന്നോട് വളരെയധികം പേഴ്സണലി എൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്നും എൻ്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാനെന്നുള്ള കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് സ്റ്റെപ്സ് എടുക്കുകയും ചെയ്തു. അതിനനുസരിച്ചുള്ള ഡിവൈസുകളും അതിനനുസരിച്ചുമായിട്ടുള്ള സൊല്യൂഷൻസ് എനിക്കും മറ്റുള്ള ടീംസിൻ്റെ കൂടെ ഇരുന്ന് ചെയ്ത് തരികയും ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ ആക്ച്വലി അത് മാറ്റിമറിച്ചു. അത് എനിക്ക് ആവശ്യമുള്ള പ്രോപ്പർ എക്സാക്ട്ലി എന്താണ് എനിക്ക് ചെവിക്ക് കേൾവിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് സാറ് ഡിക്റ്റേറ്റ് ചെയ്തതിന് ശേഷം അതിനുവേണ്ടി പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് തന്ന് പ്രോപ്പറായിട്ടുള്ള ഡിവൈസും എനിക്ക് തന്നു എന്നുള്ളതാണ് ഈ ശ്രവണയെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്.